ഒരു ഷോർട്സിൽ ഞാൻ അപ്പം മുട്ടക്കറീൻ്റെ ഒരു ഷോർട്സ് ഇട്ടായിരുന്നു ഇപ്പോൾ 2 ദിവസം മുമ്പ്. അതിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് ഈസ്റ്റ് ചേർത്തിട്ടാണ്. അപ്പം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഈസ്റ്റ് കൊണ്ടാണ് അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഈസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. അതിന് വേണ്ട സാധനങ്ങൾ ഇതാ, തേന്, ഡാബറിൻ്റെ കേട്ടോ, നമ്മൾ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയ തേനാണ്. അപ്പം എപ്പോഴും ഒന്നും അത് കൊടുക്കണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന തേന്. പിന്നെ ഇത് മൈദപ്പൊടി, ഗോതമ്പ് പൊടി എടുക്കാം, കുഴപ്പമില്ല, ഞാൻ മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് തൈര്, പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ ചെറു ചൂടുള്ള വെള്ളം ഉണ്ടല്ലേ, 1/2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കണ്ട. അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി. പക്ഷേ ഇത് നമ്മൾ അപ്പമൊക്കെ പുളിപ്പിക്കാൻ വെക്കുന്ന മാതിരി ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 12 മണിക്കൂർ ഇത് മാറ്റി വെക്കണം. അത് കാരണം പിന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാലാണ് ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ. എൻ്റെ ഒറ്റക്കൈ അഭ്യാസമാണ്, അതുകൊണ്ട് വീഡിയോ ഷെയ്ക്കൊക്കെ ആകുന്നുണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇതാ, 1/2 ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളത്തിലേക്ക് 1 സ്പൂണ് പഞ്ചസാര ഇതിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി, അത് അത്യാവശ്യം അറിയാമല്ലോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 സ്പൂണ് തേനാട്ടോ. ഇതാ, നന്നായിട്ട് 1 സ്പൂണുണ്ട് തേന്. നമ്മുടെ പഞ്ചസാരയും തേനുമുള്ള ലായനി ശരിയാക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിനിങ്ങോട്ട് ഇച്ചിരി മാറ്റി വെക്കട്ടെ. ഇതെടുത്ത് വെച്ചു. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദ. ഞാൻ 4 സ്പൂണ് മൈദ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 2 സ്പൂണാണെങ്കിൽ അതിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സ്പൂണ് മൈദയ്ക്ക് 2 സ്പൂണ് തൈര്, അങ്ങനെയാണ്. അപ്പം 4 സ്പൂണാകുമ്പോൾ 4 സ്പൂണ് ഇത് പിന്നെ തൈര് വേണം. ഞാനിതിൽ ഇങ്ങനെ ഒന്ന് വടിച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് അളവ് വരും. 1, 2, ഞാൻ പറഞ്ഞല്ലോ ഒറ്റക്കൈ അഭ്യാസമാണ്, ക്ഷമിക്കണം കേട്ടോ എല്ലാവരും ഒന്ന്. 4 കേട്ടോ, 4 സ്പൂൺ മൈദ എടുത്തു. ഇനി അതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 സ്പൂണ് കട്ട തൈര്. ഈ തൈര് നമ്മൾ 1 മണിക്കൂറെങ്കിലും എടുത്ത് പുറത്ത് വെക്കണം കേട്ടോ. നല്ല കട്ട തൈരാണ്, അത്യാവശ്യം നല്ല പുളിപ്പുള്ള തൈരാണെങ്കിൽ നമുക്കിത് നന്നായിട്ട് പുളിച്ച് പൊന്തി വരും, മനസ്സിലായോ? അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് ആരും എടുക്കരുതേ. എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കരുതിയ രീതിയിൽ അത് കിട്ടത്തില്ല. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രിഡ്ജിലിരിക്കുന്ന തൈരാണെങ്കിൽ 1 മണിക്കൂർ എടുത്ത് പുറത്ത് വെക്കണം. 1, 2, 3, 4, അങ്ങനെ 4 സ്പൂൺ തൈരും 4 സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. ഇതാ, 1/2 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ തേനും പഞ്ചസാരയും എല്ലാം കൂടെ കൂട്ടിക്കലർത്തി അതും വെച്ചിട്ടുണ്ട്. ഇതിനെയൊക്കെ ഇങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ഈ മൈദേനെ നമ്മുടെ തൈരിനെയും കൂടെ കട്ട കുത്താതെ ഇളക്കി അതിനെ ഒരിതാക്കണം. ഇതിലേക്ക് വെള്ളം ചേർക്കരുത്. ഈ തൈരിൻ്റെ ഇതിൽ തന്നെ ഇതായിട്ട് വേണം ഇത് നല്ലവണ്ണം ലയിപ്പിക്കണം. അപ്പം ഞാനേ എൻ്റെ ഒറ്റക്കൈ അഭ്യാസം ആയതുകൊണ്ട് ഇത് ഇളക്ക് റെഡിയാവുന്നില്ല. അപ്പം ഈ ക്യാമറ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിനെ ഞാനൊന്ന് നല്ല എണ്ണം ഒരു ഇതാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പം ഏകദേശം ഇങ്ങനെ ഇതായിട്ടുണ്ട്. ഇത് നല്ല എന്താ കട്ടയൊന്നും ഇല്ലാതെ ഉടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ച ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഇളക്കി
പാത്രം തന്നെ കറങ്ങിയതായാലും എൻ്റെ ഈ ഇളക്കിനൊരു പാകത വരുത്തുന്നുണ്ട്. നല്ല കാര്യം. ഇതാ ഇങ്ങനെ കട്ടയുണ്ട് കുറച്ച്. ഇതിൻ്റെ ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് ഈ പാത്രത്തിൽ ഇതാവില്ല, വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഞാനിത് പെട്ടെന്ന് ഇതിങ്ങനെ ഇളക്കാനും ഇതിനൊക്കെ ഒരു പാകത്തിന് ഈ പാത്രം എടുക്കുന്നുള്ളൂ. ഇതിനെ നമ്മൾ പുളിപ്പിക്കാൻ വെക്കുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി എല്ലാവരും എന്ത് ചെയ്യണം? വീട്ടിൽ ഈസ്റ്റ് ഉണ്ടാക്കണം. ഈസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക്. ഇവിടെ ഇപ്പം മോൻ്റെ കുഞ്ഞൊക്കെ, അവനിപ്പോൾ 1 വയസ്സായിട്ടില്ല, ചെറുതല്ലേ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ രാവിലെ അവനിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അപ്പവും പിന്നെ ദോശയും പിന്നെ എരിവില്ലാതെ എന്താ നമ്മൾ കറി വെക്കുന്നതെങ്കിൽ എരിവില്ലാതെ അവനെടുത്തിട്ട് ആ കറി അതൊക്കെയാണ് അവന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. നമ്മൾ കഴിക്കുന്ന അതേ ഭക്ഷണങ്ങൾ തന്നെ, ഒന്നും അതിലിതില്ല. അപ്പം ഈ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പം കടയിൽ നിന്ന് വാങ്ങിയ ഈസ്റ്റ്, കടയിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഈസ്റ്റ് ഉണ്ടാക്കുന്നത്. എന്നാലും നമുക്ക് എല്ലാവരും പറയാം ഈസ്റ്റ് അധികം കഴിക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതാകുമ്പോൾ ധൈര്യമായിട്ട് നമുക്കിടാം. ഇതിലേക്കിപ്പോൾ എന്താ, മൈദ അല്ലെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഉണ്ട് കേട്ടോ. ഞാൻ മൈദ എടുത്തത്, ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ധൈര്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അപ്പം അന്ന് ഉണ്ടാക്കിയ വീഡിയോ, അതിൻ്റെ ഒരു സൈഡ് ഞാൻ ആ വീഡിയോൻ്റെ ഒരു ഇച്ചിരി ഭാഗം ഇരിപ്പുണ്ട്, അത് ഞാനിതിലിടാം. ഏകദേശം അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഇനി നമ്മുടെ കുട്ടികളെല്ലാം എന്ത് ചെയ്യണം? ഇങ്ങനെ തന്നെ ഈസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചേട്ടായിമാർക്ക് കടയിൽ നിന്ന് വരുമ്പോൾ ഒരു ഈസ്റ്റും കൊണ്ടുപോകാമെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇതുണ്ടാക്കിയിട്ട് ഇതിനെ നമ്മൾ നല്ല വെയിലുണ്ടെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് അങ്ങോട്ട് പരത്തുക. സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് അങ്ങ് പരത്തി വെച്ചിട്ട് നല്ല വെയിലത്ത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ പാൽപ്പൊടി ഉണ്ടാക്കിയില്ലേ, അതേമാതിരി ഒരു 3-4 വെയിലിനിത് നല്ലവണ്ണം അങ്ങോട്ട് ആയി വരുമ്പം നമ്മുടെ ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രൗൺ കളറ് അങ്ങനെയൊക്കെ ആയിട്ട് വരും. ഇത് നമ്മുടെ ഈസ്റ്റിൻ്റെ കളർ തന്നെ. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടോ ഏകദേശം ഈ മൈദയും ഈ ഇതും തന്നെ. ഇതിൽ ക്യാമറയിൽ വെളുപ്പാണ് കാണുന്നത്, പക്ഷേ ശരിക്കും അതല്ല കേട്ടോ. നമ്മുടെ ഈസ്റ്റിൻ്റെ അതേ കളറ് ഇതായി വരുന്നുണ്ട്. കണ്ടോ, ആ കളറായി വരുന്നുണ്ട്. വീഡിയോ നീണ്ടു പോകുന്നുണ്ടോ? ഇതിങ്ങനെ ഉണ്ടാക്കണ എല്ലാം പറഞ്ഞ് കാണിച്ചു തന്നില്ലെങ്കിൽ പിന്നെ അത് അറിയത്തുണ്ടാവില്ലല്ലോ, അതുകൊണ്ടാട്ടോ. അന്നേരം ഇത് നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കി, പിന്നെ നമുക്ക് ഈ ഗ്രാനൂളായിട്ട് കിട്ടണ സാധനം അതെന്തെങ്കിലും മെഷീനിലാണോ അവരത് ഇതാക്കണേന്ന് അറിയത്തില്ല. പക്ഷേ ഇത് നമ്മൾ ഉണക്കി കഴിഞ്ഞ് പൊടിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിവിടെ ഉണ്ടായിരുന്നു കേട്ടോ പൊടിച്ചത്, അത് കഴിഞ്ഞു. ഇപ്പോൾ വെയിലില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുപ്പും തറയിൽ ഇട്ടൊന്നും ഇത് ഉണക്കാൻ പറ്റത്തില്ലല്ലോ, ഇതിൻ്റെ വെള്ളവും ഇതാകും. പിന്നെ എന്താ പറയുക, നമ്മൾ തുണിയിൽ ഇതാക്കി വെക്കാം, അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇത് നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ, സ്റ്റീലിൻ്റെ തട്ടുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമ്മൾ വെയിലത്ത് തന്നെ ഉണക്കണം. പിന്നെ ഈ ഓവൻ ഉള്ളവർക്കൊക്കെ അതിൽ ഉണക്കാമെന്നൊക്കെ പറയുന്ന അറിയത്തില്ല. നമ്മളെന്തായാലും വെയിലത്ത് വെച്ചിട്ടാണ്, അത് നല്ല വെയിലുള്ളതായിരുന്നപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തത്. അത് തീർന്നു പോയി. ഇപ്പം ഞാനിതിങ്ങനെ വെച്ചിട്ട് ഇത് നേരെ ഇതിൻ്റെ ആ ഒരു സമയവും പാകതയൊക്കെ വന്നു കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മുടെ അപ്പത്തിൻ്റെ മാവിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഇതിൻ്റെ ആ കൺസിസ്റ്റൻസി ആയി കേട്ടോ. അപ്പം നമ്മുടെ വെള്ളം ഏകദേശം എടുത്ത് അത്രയും വെള്ളം ഇതാക്കിയെന്നുള്ളൂ, വെള്ളം ഇത്ര ബാക്കിയുണ്ട്. നമുക്ക് ഈ ഒരു പരുവം, മനസ്സിലായോ? ഈ ഒരു പരുവത്തിൽ ഇതെടുത്തിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതേ അളവിൽ നേരത്തെ നമ്മൾ കാണിച്ചു തന്നല്ലോ, ഒരുപാട് വെള്ളമായിട്ടില്ല. അപ്പം നിങ്ങൾ ചോദിക്കും ഈ 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് പിന്നെ ഈ തേനും പഞ്ചസാരയും ചേർത്താൽ മുഴുവൻ ചേർക്കണം. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അത് നമ്മൾ അതിൻ്റെ ഒരു റേഷ്യോ അങ്ങനെയാണ്, അതാണ് പറഞ്ഞത്. അത് മുഴുവൻ ചേർക്കണ്ട. എന്നാന്ന് വെച്ചാൽ ഈ തൈരും ഈ മൈദ ഏകദേശം ആ തൈരിൽ തന്നെ മൈദ ഇതാവും. അപ്പോൾ പിന്നെ നമുക്ക് ഒത്തിരി ഇത് വേണ്ട. ഇനി ഇതിവിടെ ഇങ്ങനെ ഇതാക്കിയല്ലോ. ഇനി നമ്മൾ ഇതിൻ്റെ തന്നെ വേറൊരു പാത്രമുണ്ട്, അത് വെച്ചിട്ട് അങ്ങനെ അടച്ച് വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ എടുത്തിട്ട് നമ്മൾ അടുപ്പും തറയില്ലേ, അടുപ്പും തറ വെക്കണം ഒരു 8 മണിക്കൂർ. അല്ലെങ്കിൽ നമ്മൾ അപ്പത്തിനൊക്കെ മാവ് അടച്ച് വെക്കുന്ന മാതിരി എടുത്ത് രാവിലെ എണീറ്റ് നോക്കുമ്പോഴത്തേന് ഇത് പൊളിച്ച് പാകമായിട്ടിരിക്കുന്നുണ്ടാവും.
നമ്മൾ ദോശയ്ക്കൊക്കെ മാവ് അടുപ്പം തറയാണെങ്കിൽ ഇതാ ഇവിടെ അതിരുന്നോട്ടെ കേട്ടോ. നമ്മുടെ അടുപ്പം തറ ഇവിടെ അതിനെ വെച്ചു. അപ്പോൾ നമുക്ക് രാവിലെ വന്നിട്ട് ഇതെടുത്ത് നോക്കാം. മാവൊക്കെ അരച്ച് ഞാനവിടെ വെച്ചിട്ടുണ്ട് ദോശയ്ക്കൊക്കെ ഉള്ളത്. എന്തായാലും നമ്മുടെ അടുപ്പം തറയ്ക്ക് നല്ല ചൂടുണ്ട്. അവിടെ ഇരുന്നിട്ട് അത് നല്ലോണം ഇതായിട്ട് വരട്ടെ. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. 8 മണിക്കൂർ വെച്ച നമ്മുടെ എന്താ അതിവിടെ നല്ലോണം പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഈ ഒരു ചെറിയ കുപ്പിയിലേക്ക് മാറ്റാം. കുപ്പിയിലാക്കി നമ്മൾ നേരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. എത്ര നാൾ വേണേലും ഇരിക്കും.